ഹലോ എവ്രിവൺ. ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റിങ്ങിൽ എപ്പോൾ മെഡിക്കേഷൻസ് കഴിക്കാമെന്നുള്ളതാണ്. നമ്മൾ റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും മരുന്ന് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. പലരും എക്സ്ക്യൂസ് പറയുന്ന ഒരു കാര്യം, ഞാൻ ഡയബറ്റിക് ആണ്, ഞാൻ ബ്ലഡ് പ്രഷറിന് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, എനിക്ക് ഷുഗർ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആലോചിക്കുന്നത് ബ്രേക്ക് യുവർ ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നോ ബ്രേക്ക് ചെയ്യുന്നോ കഴിക്കാനായിട്ട്, അതാണ് ബ്രേക്ക് യുവർ ഫാസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ലിവർ തൈറോക്സിൻ എടുക്കുന്ന ആളാണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴാണ് എംപ്റ്റി സ്റ്റൊമക്ക്, അപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് രാവിലെ എടുത്തതെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ എടുക്കുമ്പോൾ അത് രാവിലെ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് ഫാസ്റ്റ്, ആ സമയത്ത് എടുക്കുക. ഷുഗറിൻ്റെ മെഡിക്കേഷൻസ് കഴിക്കുന്നത്, നമുക്ക് ഒരു ഷുഗറിൻ്റെ മെഡിക്കേഷൻസ് എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കാനായിട്ട് പറയുന്നില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എടുക്കാൻ പറയുന്നത്, അപ്പോഴാണ് അത് എടുക്കുന്നത്. പിന്നെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ നമ്മളുടെ മെഡിക്കൽ പ്രൊഫഷനിൽ ആരാണോ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, അവർ ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫാർമസിസ്റ്റ്, നമ്മുടെ നഴ്സ് പ്രാക്ടീഷണർ ആണെങ്കിൽ നഴ്സ് പ്രാക്ടീഷണർ, അവരോട് ചോദിച്ചിട്ട് വേണം ഇത് ഫാസ്റ്റിങ്ങിന് മരുന്നെടുക്കാനും ഇൻസുലിന് എടുക്കാനും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാം. നമ്മൾ മരുന്നെടുക്കുമ്പോൾ, നോർമലായിട്ട് മരുന്നെടുക്കുമ്പോൾ നമ്മുടെ സെൽസ് നോർമലായിട്ട് പോകുന്ന ടൈമാണ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽസ് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ അബ്സോർപ്ഷൻ കൂടും, ഈച്ച് സെൽ അബ്സോർപ്ഷൻ കൂടും. അതുകൊണ്ടാണ് മരുന്നെടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് നമ്മൾ ഗൈഡൻസ് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് എസ്പെഷ്യലി ലിവർ തൈറോക്സിൻ എടുക്കുന്ന ആൾക്കാരെ കുറിച്ചൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നോർമലായിട്ട് എടുക്കുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്ക് എടുക്കുമ്പോൾ അബ്സോർപ്ഷൻ അല്ല, നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്സോർപ്ഷൻ, നമ്മുടെ സെൽസിന് കൂടുതൽ അബ്സോർപ്ഷൻ കേപ്പബിലിറ്റി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ മരുന്നെടുക്കാനായിട്ട്. പക്ഷേ മരുന്നെടുക്കുന്ന ടൈമും മരുന്നെടുക്കുന്ന ഇതും നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോട് ചോദിച്ചിട്ട് വേണം. അതുപോലെ ഷുഗറുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് സൂക്ഷിക്കേണ്ടത്. കാരണം അവരുടെ ഷുഗർ കുറഞ്ഞു പോവും. ഷുഗർ കുറയുന്ന സമയത്ത് നമ്മൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി ലോ ആയി പോവും. അതുകൊണ്ടാണ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഷുഗറിൻ്റെ മെഡിക്കേഷൻസോ ഇൻസുലിനോ എടുക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ടോപ്പിക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്നെ റീച്ച് ചെയ്യാൻ മടിക്കരുത്. ഞാനൊരു ഹെൽത്ത് കോച്ചാണ്, വെൽനെസ്സാണ് എൻ്റെ ഇത്. ഫാസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ എൻ്റെ യൂട്യൂബ് ചാനലാണ്, എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. എനിബഡി ഹാസ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫാസ്റ്റിംഗ്, എസ്പെഷ്യലി ഹൗ ടു ഫാസ്റ്റ് ഓർ ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് വേണം, പഠിപ്പിക്കണമോ എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ റീച്ച് ചെയ്യാം. എൻ്റെ നമ്പറുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. So thank you so much for supporting me, those who shared my post and those who asked a lot of questions. I always appreciate it.